അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ്റെ പഠിതാക്കളെ, പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വിശുദ്ധ ഖുർആൻ എന്ന് കാണുമ്പോൾ തന്നെ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കേൾക്കാനുള്ള ആ ഒരു ആവേശത്തോടു കൂടെ നാം ഇരിക്കുന്നതും കേൾക്കുന്നതും അല്ലാഹു തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇദ്ഹാർ പറഞ്ഞു, അതുപോലെ തന്നെ ഇദ്ഗാമും ബിലാഗുന്ന, ഇത് രണ്ടാണ് കഴിഞ്ഞ ഈ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നാം പറഞ്ഞത്. ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ ഹംസ, ഹ, ഖ, ഐന്, ഗൈന്, ഈ 6 അക്ഷരങ്ങളാണ് ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ. അതുപോലെ തന്നെ ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തെൻവീനിൻ്റെയോ ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഈ ഇവിടെയുള്ള ഈ നൂനിനെയോ അല്ലെങ്കിൽ തെൻവീനിനെയോ വെളിവാക്കി പറയണം. എങ്ങനെ പറയണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ലാമ്, റ എന്നീ 2 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നയാണെന്ന് പറഞ്ഞു. ഇനി ഇദ്ഗാമും ബിഗുന്നയാണ്. ഇദ്ഗാമും ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. ഈ നൂനിനെ അല്ലെങ്കിൽ തെൻവീനിനെ അടുത്ത ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരമായ ലാമിലേക്കോ റായിലേക്ക് നേരെ കൂട്ടി യോജിപ്പിക്കുക. അവിടെ മണിക്കരുത് എന്നർത്ഥം. ഇനി പറയുന്നത് കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യണം. ഇദ്ഗാം ചെയ്യണം ബിഗുന്ന, അല്ലേ? ഉന്നത്തോടുകൂടെ മണിക്കലോടുകൂടെ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഉദാഹരണ സഹിതം നമുക്ക് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തെൻവീന്, സുക്കൂനുള്ള നൂന് എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കെ സുക്കൂൻ ഉണ്ടാകും അല്ലെങ്കിൽ സുക്കൂൻ ഉണ്ടാവില്ല, രണ്ടും സുക്കൂനുള്ള നൂനാണ്. അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം തെൻ, തിൻ, തുൻ, ബൻ, ബിൻ, ബുൻ, അല്ലേ? ഇതൊക്കെയാണ് തെൻവീൻ. ഈ തെൻവീനിൻ്റെ ശേഷം ഇനി പറയുന്ന 4 അക്ഷരങ്ങൾ നൗമി, നൂന്, വാവ്, മീമ്, യാ, ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ അവിടെയാണ് ഇദ്ഗാമും ബിഗുന്ന വരുന്നത്. കൂട്ടിയോജിപ്പിക്കുകയും അതിൻ്റെ കൂടെ കൂട്ടിയോജിപ്പിക്കുന്നതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഏത് സ്ഥലത്താണ് അത് വരുന്നത്? സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തെൻവീനിൻ്റെയോ ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ, ഈ അക്ഷരം വന്നത് എവിടെയാണ്? യഖൂലൂന ആമന്നാ ബിഹി കുല്ലുൻ, അല്ലേ? കുല്ലുൻ തെൻവീൻ വന്നു, തെൻവീൻ്റെ ശേഷം മീമ് വന്നു, നൗമി, നൂന്, വാവ്, മീമ്, യാ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? കുല്ലുൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ വെളിവായി, ഇദ്ഹാറായി. ഇദ്ഹാറാക്കാൻ പാടില്ല, കാരണം ശേഷമുള്ളത് മീമാണ്. അപ്പോൾ കുല്ലുമ്മിൻ, കുല്ലുമ്മി, ഇതാണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉന്നത്ത് ഉണ്ടാകണമെങ്കിൽ എന്ന് പറയണം. അതാണ് മണിക്കുക എന്നുള്ളത്. അപ്പോൾ കുല്ലും മിൻ ഇൻദി റബ്ബിന, കുല്ലുമ്മി. അപ്പോൾ തെൻവീന്, ഇവിടെ തെൻവീൻ വന്നു, കുല്ലുൻ എന്ന തെൻവീന്. അതിൻ്റെ ശേഷം ഇദ്ഗാമും ബിഗുന്നയുടെ മീം വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുകയും ചെയ്യുക. കുല്ലും, ഏത് സ്ഥലത്ത് വന്നാലും തെൻവീൻ്റെ ശേഷം, ഇത് തെൻവീനാണ്. ഇനി സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം മീം വന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുല്ലും മിൻ ഇൻദി റബ്ബിന, മിൻ, അവിടെ സുക്കൂനുള്ള നൂന് വന്നു. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഐനാ വന്നിട്ടുള്ളത്. ഐൻ എന്ന് പറഞ്ഞാൽ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അപ്പോൾ മീമ് വന്നാൽ അല്ലെങ്കിൽ നൂന് വന്നാൽ അല്ലെങ്കിൽ വാവ് വന്നാൽ അല്ലെങ്കിൽ യാ വന്നാൽ ഇവിടെയാണ് ഇദ്ഗാം ബിഗുന്ന വരിക. ഇവിടെ മിൻ എന്ന് പറഞ്ഞപ്പോൾ നൂനിനെ വെളിവാക്കി പറഞ്ഞു. എന്താ കാരണം? ഇദ്ഹാറിൻ്റെ അക്ഷരമാണ് ശേഷമുള്ളത്. ഇവിടെ കുല്ലുൻ
എന്നതിൻ്റെ ശേഷം മീമാണ്. അപ്പോൾ അതുകൊണ്ട് കുല്ലുൻ എന്ന് പറയാൻ പാടില്ല ഓതുമ്പോൾ. കുല്ലുമ്മി കുല്ലുമ്മി കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ഇനി അടുത്ത് നോക്കാം. ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും. ഇവിടെ വന്നിട്ടുള്ളത് സുക്കൂണുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം നൂന്, വാവ്, മീമ്, യാ എന്നിവ വന്നിട്ടുള്ളത് എവിടെയാണ്? ഖുൽ അഉനബ്ബിഉകും ബി, അവിടെ സുക്കൂണുള്ള മീമാണ്. അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും. ബിഖൈരിൻ തൻവീന് ശേഷം മീം വന്നു. അപ്പോൾ അവിടെ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ബിഖൈരിൻ മിൻ ദാലികും. മിൻ എന്ന് പറയാതെ അവിടെ എന്ത് ചെയ്തു? ദാലാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇദ്ഹാറിൻ്റെ അക്ഷരമല്ല. ഇദ്ഹാറിൻ്റെ അക്ഷരം ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന് ഈ ആറക്ഷരമാണ്. അതുപോലെ തന്നെ ലാമ്, റാ, ഇദ്ഗാം ബിലാഗുന്നയുടെ അക്ഷരം അതുമല്ല, ദാല്. ഇനി അതുപോലെ തന്നെ നൗമി, നൂന്, വാവ്, മീമ്, യാ അതുമല്ല. അപ്പോൾ ആ നിയമം ഇപ്പോൾ ഈ പറഞ്ഞ ഈ 3 നിയമത്തിൽപ്പെട്ട നിയമമല്ല. അപ്പോൾ അവിടെ എന്താണ്? ഇഖ്ഫ ആണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് പറയാം. ഇനി അടുത്തത് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഇവിടെ ഉണ്ടോ? സുക്കൂണുള്ള നൂനുണ്ടോ? ഇല്ല. തൻവീനുണ്ടോ? തൻവീന് ഹഖ്ഖ. അവിടെ നിർത്തിയപ്പം പിന്നെ വഖഫ് ചെയ്തപ്പോൾ പിന്നെ അവിടെ തൻവീന് പിന്നെ നോക്കണ്ട. ഹഖ്ഖ ഒരു അലിഫോട് കൂടെ നിർത്തുക. ഹഖ്ഖ. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഹഖ്ഖല്ലഹും. തൻവീന് ശേഷം ലാമ് വന്നു. ലാം ഏതിൻ്റെ അക്ഷര? ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരമാണ്. മറക്കരുത്, ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരം ലാമും റാവുമാണ്. ഹഖ്ഖല്ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വരിസ്ഖുൻ കരീം. വമഗ്ഫിറതുൻ വരിസ്ഖുൻ കരീം. വമഗ്ഫിറതുൻ തൻവീന് ശേഷം വാവ് വന്നു. നൗമി, നൂന്, വാവ്, മീമ്, യാ വാവ് വന്നു. അവിടെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. വമഗ്ഫിറതുൻ വരിസ്ഖുൻ കരീം. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. അയ്യുഹിഖൽ ഹഖ്ഖ അയ്യുഹിഖൽ ഹഖ്ഖ ബികലിമാതി. ഇവിടെ സുക്കൂനുള്ള നൂന് വന്നു, അതിൻ്റെ ശേഷം യാ വന്നു. ഇദ്ഗാം ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. അയ്യു അയ്യു അൻ യു എന്നുള്ളതാണ്. അൻ യു എന്നുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? യാ ആയതുകൊണ്ട് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായതുകൊണ്ട് അയ്യു. ഇപ്പം എന്ത് ചെയ്തു? കൂട്ടി യോജിപ്പിച്ചു. ഇനി അവിടെ മണിക്കും ചെയ്യാം. അയ്യുഹിഖൽ ഹഖ്ഖ ബികലിമാതി. അടുത്ത ഷൈഅൻ വലൗ കസുറത്. ഷൈഅൻ തൻവീന് വന്നു, അതിൻ്റെ ശേഷം വാവാണ്. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം. നൗമി, നൂന്, വാവ്, മീമ്, യാ. ഇവിടെ തൻവീനാണ്. ഇവിടെ നൂനാണ് വന്നതെങ്കിലും അപ്പോൾ അങ്ങനെ നിയമം തന്നെ ഓതേണ്ട പോലത്തെ തന്നെ. ഷൈഅൻ വലൗ കസുറത് വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. وتلك حجتنا آتيناها إبراهيم على قومه. ഇവിടെ ഉണ്ടോ? സുക്കൂണുള്ള നൂനില്ല, തൻവീനുമില്ല. നർഫഉ ദറജാതിൻ മൻ നശാ. ഇവിടെ ഉണ്ടല്ലേ? തൻവീനും ഉണ്ട്, സുക്കൂണുള്ള നൂനിൻ്റെ ഉദാഹരണവും ഉണ്ട്. നർഫഉ ദറജാതിൻ തൻവീന്, അതിൻ്റെ ശേഷം മീം വന്നു. നൗമി, നൂന്, വാവ്, മീമ്, യാ. വീണ്ടും പറയുന്നത് കൂടുതൽ മനസ്സിലാകാനാണ്. നർഫഉ ദറജാതിൻ. തൻവീനെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക.
അതിനുശേഷം മൻ നശാ എന്നാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സുക്കൂണുള്ള നൂനിന് ശേഷം നൂന് വന്നു. നൗമി നൂന് വാവ് മീമ് യാ. അപ്പം എന്ത് ചെയ്യണം? ഒറ്റ നൂനായി ഉച്ചരിക്കുന്നു. മന്ന. ഇനി മണിക്കും ചെയ്യാം. മന്നശാ നർഫഉ ദറജാതിൻ. രണ്ട് സ്ഥലത്തുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓതണം. അത് കഴിഞ്ഞിട്ട് വാക്യം ഓതിയാൽ മതി. ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആൻ എടുക്കുക. ഈ നൂന് വാവ് മീമ് യാ ഇത് മാത്രം ശ്രദ്ധിക്കുക. അതിന് മുമ്പത്തെ എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്തു? ഇദ്ഗാമും ബിലാഉന്ന പറഞ്ഞു, അതുപോലെ തന്നെ ഇദ്ഹാറും പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഈ നിയമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് മുമ്പത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഓത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്നിങ്ങനെ ഇങ്ങനെ നോക്കുമ്പം ഏതൊക്കെ സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം നൂന് വന്നത്, ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം വന്നത്, അല്ലെങ്കിൽ തൻവീൻ്റെ ശേഷം ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം എവിടെയൊക്കെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ എന്ത് ചെയ്യുക? ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അതൊരു ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ആ ഒരു ഓത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് പഠിക്കാമെന്ന് മാത്രമല്ല, നമുക്ക് പഠിക്കാൻ ചെയ്യാം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതാണ് വലിയ ഒരു ഗുണം. അപ്പോൾ രണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ രണ്ട് സ്ഥലം, ഇനി മൂന്ന് സ്ഥലത്തുണ്ട്, ഒരേ സ്ഥലത്ത് ഒരേ ആയത്ത് തന്നെ ഒരുപാട് സ്ഥലത്ത് വരും. അതൊക്കെ നമ്മൾ പാലിക്കണം. നർഫഉ ദറജാതിൻ മൻ നശാ ഇന്ന റബ്ബക ഹകീമുൻ അലീം. ഹകീമുൻ തൻവീന് ശേഷം ഐന് വന്ന് ഇദ്ഹാർ ചെയ്യണം. അടുത്ത് റൂഹം മിൻ അംരിന. റൂഹൻ തൻവീന് അല്ലേ? തൻവീൻ്റെ ശേഷം റൂഹൻ എന്ന തൻവീനല്ലേ? അതിന് ശേഷം ഒരു അലിഫുണ്ട്. ആ അലിഫ് ഉച്ചാരണത്തിൽ വരുന്നില്ല, അടുത്ത മീമാണ് ഉച്ചാരണത്തിൽ. അതുകൊണ്ടാണ് തൻവീന് ശേഷം മീം വന്നു. ഇദ്ഗാമും ബിഗുന്ന. റൂഹം മിൻ എന്ന് വെളിവാക്കി. കാരണം അതിന് ശേഷമുള്ളത് ഹംസയാണ്. സുക്കൂണുള്ള നൂന് വന്നു, അതിന് ശേഷം ഹംസയാണ്. ഹംസ ഏതിൻ്റെ അക്ഷരം നോക്കണം? ഇവിടെ റൂഹമ്മി തൻവീൻ്റെ ശേഷം മീം വന്നു. മീം ഏതാണ്? ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരമാണ്. അപ്പോൾ അത് മറക്കരുത്. മാ കുൻത തദ്രി മൽ കിതാബു മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാനു വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി. തൻവീന് ശേഷം ഉച്ചാരണത്തിൽ വന്ന നൂന് വന്നു. ഇദ്ഗാമും ബിഗുന്ന. നൂറൻ നഹ്ദി ബിഹി മൻ നശാ. അവിടെ എന്താ? സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം നേരത്തെ തെൻവീനാണ്. നൂറൻ നഹ്ദി എന്നുള്ളിടത്ത് തെൻവീന് ശേഷം നൂന് വന്നു. ഇവിടെ സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം നൂന് വന്നു. ഇദ്ഗാമും ബിഗുന്ന ചെയ്യണം. മിൻ ഇബാദിന. അവിടെ എന്താണ്? ഐന് വന്നു, ഇദ്ഹാർ ചെയ്യണം. അതുപോലെ തന്നെ വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. സിറാത്തിൻ തൻവീന് ശേഷം മീം വന്നു. ഇദ്ഗാമും ബിഗുന്ന. അപ്പോൾ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഓതേണ്ടത്. അപ്പോൾ 4 അക്ഷരങ്ങൾ വന്ന ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ എന്ത് ചെയ്യുക? നമ്മുടെ ഓത്തിലൊക്കെ എന്ത് ചെയ്യുക? എവിടൊക്കെ വന്നോ അവിടെയൊക്കെ എന്ത് ചെയ്യുക? ഈ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക, ആ ഭാഗം എടുത്തിട്ട് ഒന്ന് ഓതി നോക്കുക. ഓതി നോക്കിയിട്ട് ഈ നിയമങ്ങൾ എവിടെയൊക്കെ വരുന്നുണ്ട്, അവിടെ എങ്ങനെയാണ് ഓതേണ്ടത്, അങ്ങനെയൊക്കെ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം. ഒരായത്തിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആയത്തിങ്ങനെ കാണുന്നതിൻ്റെ കൂടെ ഇന്ന അക്ഷരം വന്നാൽ അവിടെ ഇദ്ഗാമാണ് വരേണ്ടത്. അപ്പോൾ ഇദ്ഗാമും ബിഗുന്നയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്? ആ രൂപത്തിൽ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒന്ന് നമ്മൾ അതിനു വേണ്ടി ഒന്ന് സമയം മെനക്കെടുത്തണം. അപ്പോൾ ഞാൻ നോക്കും ഓത്ത് മറ്റതിങ്ങനെ കേട്ടുപോകും. ഇപ്പോൾ കേട്ടാലേ ഒരു പക്ഷേ മനസ്സിലാവും. ഇപ്പം നമുക്ക് ആർക്കും കേട്ടാൽ മനസ്സിലാകാത്ത പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് ഓത്തിലത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അത് എന്ത് ചെയ്യണം? ഈ കേൾക്കുന്ന സമയത്ത് തന്നെ വിശുദ്ധ ഖുർആൻ മറിക്കുക. ഏതെങ്കിലും ഒരു പേജ്, നമുക്ക് പരിചയമില്ലാത്ത പേജാണ് ഏറ്റവും നല്ലത്, പഠിക്കാൻ ഏറ്റവും നല്ലതാണ്. മറ്റത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ഇങ്ങനെ പഠിച്ചത് ഒരു പക്ഷേ നമ്മൾ കറക്റ്റായിരിക്കും ഓതുന്നത്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് എന്ത് ചെയ്യൂല, ചിലപ്പം അത് ഓത്തിലത് നമുക്ക് കൂടുതൽ ഫലപ്രദമാകാൻ
കൂടുതൽ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു സൂറത്ത് എന്ത് ചെയ്യുക, ബക്കറ സൂറത്തിൻ്റെ ഏതെങ്കിലും അവസാന ഭാഗമോ അല്ലെങ്കിൽ സെൻട്രൽ പേജോ 30-ാമത്തെ പേജോ അല്ലെങ്കിൽ 50-ാമത്തെ പിന്നെ 75-ാമത്തെ പേജ് ഏതെങ്കിലും ഒരു പേജ് മറിക്കുക. ആ പേജ് മറിച്ചിട്ട് എവിടെയൊക്കെ വരുന്നു തെൻവീനിന് ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യ എന്നീ അക്ഷരങ്ങൾ വരുന്നത് എവിടെയാണെന്നുള്ളത് പ്രത്യേകം നോക്കുക. എന്നിട്ട് ഓതുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഏതോ ഒരു ക്ലാസ്സിൽ ഒരു സഹോദരി പറഞ്ഞിരുന്നു, ഭർത്താവിന് ജോലിയില്ല, അതുപോലെ തന്നെ ചെറിയൊരു ആഫിയത്തിന് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ലാഹു തആല ആ സഹോദരന് നല്ല ഒരു ഖൈറായ ജോലി അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ആഫിയത്ത് അവർക്കും നമുക്കും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ളതാണ്, നിസ്കരിക്കാനൊക്കെ ഉള്ളതാണ്. അതിൻ്റേതായ രൂപത്തിൽ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കാനൊക്കെ ഉള്ള നല്ല ആഫിയത്ത് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ട എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ സഹോദരൻ മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുള്ളൊരു കാരണവർ മരണപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട നമുക്കൊക്കെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനായിരുന്നു. ഒരു നല്ലൊരു ആബിദായ ഒരു മനുഷ്യനും കൂടിയായിരുന്നു. ആലിമീങ്ങളോടൊക്കെ പ്രത്യേകമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തിയിരുന്ന ഒരു നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അല്ലാഹു തആല അവർക്കൊക്കെ ആ പറയപ്പെട്ട ഉപ്പാക്കും അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനും അല്ലാഹു തആല എല്ലാം നൽകും. അതുപോലെ തന്നെ നമ്മിൽ നിന്നും ഒരുപാട് ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ.